Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് മോഡേൺ പ്രാക്ടീസ് നോക്കാം. ലീൻ മാനേജ്മെൻറ്റ്. എന്താണ് ലീൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇവിടെ നോക്കുന്നത് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു മൂല്യം നമ്മൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. As per this approach, anything which is not useful for creating value for the company is considered waste. അതായത് ഈ ഒരു അപ്രോച്ച് പ്രകാരം നമുക്ക് എന്താണ് ഒരു കമ്പനിയുടെ വാല്യൂ കൂട്ടാൻ സാധിക്കാത്ത ഒരു സാധനത്തിനെയും നമുക്കൊരു മൂല്യം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെല്ലാം വേസ്റ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ അതൊന്നും നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചോളം അതൊരു അട്ടർ വേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ലീൻ മാനേജ്മെൻറ്റ് ഓൾസോ ലുക്ക് അറ്റ് വാല്യൂ ആൻഡ് പ്രോഗ്രസ് ത്രൂ ദ ഐസ് ഓഫ് ദ കസ്റ്റമേഴ്സ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു കസ്റ്റമർ എങ്ങനെയായിരിക്കും ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ള ലെവലിലാണ് അതിനൊരു മൂല്യവും ഒരു പ്രോഗ്രസ്സും എല്ലാം കൊടുക്കുന്നത്. ഹു ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കസ്റ്റമറിനെ ആണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ട് കണക്കാക്കുന്നത്. ആൻഡ് ഓൾസോ എയിംസ് അറ്റ് മാക്സിമൈസ് പ്രോഫിറ്റ് ബൈ ഇൻക്രീസിങ് ദ വാല്യൂ ഓർ പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ്സസ്. അപ്പോൾ ഇവിടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യൽ തന്നെയാണ്. പക്ഷേ ഇതിലൂടെയാണ് ചെയ്യുന്നത് മാത്രം വാല്യൂ ഇൻക്രീസ് ചെയ്യുക, പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഇംപ്രൂവ് ചെയ്യുക, അതെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് എന്ത് പറയുന്നത് ലീൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറയുന്നത് ലീൻ ഈസ് എ ടൈം ടെസ്റ്റഡ് സെറ്റ് ഓഫ് ടൂൾസ് ആൻഡ് ആൻ ഓർഗനൈസേഷണൽ ഡിസയർ ടു റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് ഡിഫെക്ട്സ് വിതിൻ സിസ്റ്റം ആൻഡ് പ്രോസസ് by engaging employees to improve productivity, quality, staff morale and customer service. അപ്പോൾ ലീൻ എന്ന് പറയുന്നത് ടൈം ടെസ്റ്റഡ് സെറ്റ് ഓഫ് ടൂൾസ് ആണ്. ടൈം നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക സമയധിഷ്ഠിതമായിട്ട് നമ്മൾ ചെയ്യുക. ഞാൻ ഓർഗനൈസേഷണൽ ഡിസയർ, വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, ഡിഫക്റ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക, എംപ്ലോയീസിനെ ഏറ്റവും നന്നായി ഇമ്പ്രൂവ് ചെയ്യുക, പ്രൊഡക്ടിവിറ്റി, അവരുടെ ക്വാളിറ്റി, സ്റ്റാഫിൻ്റെ മൊറാലിറ്റി, കസ്റ്റമർ സർവീസ്, ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട്, ലീൻ മാനേജ്മെൻറ്റിൽ വരുന്നു. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് വേസ്റ്റ് വിത്ത് എ ഗോൾ ഓഫ് ക്രിയേറ്റിംഗ് വാല്യൂ ഫോർ എൻ്റർപ്രൈസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഏറ്റവും ഈസി ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ വേസ്റ്റേജ് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഗോള് അല്ലെങ്കിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. This is a business methodology which aims to provide a new way to think about how to organize human activities to deliver more benefits to society and value to individuals while eliminating waste. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നല്ലൊരു ബിസിനസ് മെത്തഡോളജി തന്നെയാണ്. ഇവിടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു പുതിയ വേ ഓഫ് തിങ്കിങ്, മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൗ ടു ഓർഗനൈസ്, എങ്ങനെയാണ് നമ്മുടെ ഫേമിലെ എംപ്ലോയീസിൻ്റെ എഫേർട്ടിനെല്ലാം ഓർഗനൈസ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതലായിട്ട് സൊസൈറ്റിക്ക് എങ്ങനെ ബെനിഫിറ്റുകൾ ഡെലിവർ ചെയ്യാൻ പറ്റും, ഓരോ ഇൻഡിവിജ്വൽസിനും വാല്യൂ എങ്ങനെ കൊടുക്കാൻ പറ്റും, അതിനൊപ്പം തന്നെ നമ്മുടെ വേസ്റ്റേജ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നതിന് മൊത്തം ഒരു ആകെത്തുക തന്നെയാണ് ലീൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ലീൻ മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ടും രണ്ട് ഫിലോസഫീസിനെ ബേസ് ചെയ്ത് ഓൺലി ഡു വാട്ട് ദ കസ്റ്റമർ വാല്യൂസ്. കസ്റ്റമർ നമുക്ക് വാല്യൂ തരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫിലോസഫി. രണ്ടാമത് കണ്ടിന്യൂസ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് എലിമിനേഷൻ ഓഫ് വേസ്റ്റ്. നമ്മൾ ഒരിക്കലും ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്താൽ അത് എത്ര കാലം പോകുന്നോ അത്രയും സമയം വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം, വേസ്റ്റ് എവിടെയാണ് വരുന്നത് എന്നുള്ളതും അതൊക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് 2 മാർക്സ് ക്വസ്റ്റ്യൻ കിട്ടി. വാട്ട് ഈസ് ലീൻ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും ഇവിടെ 5 പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. ഒന്നാമത്തെ ഡിഫൈൻ വാല്യൂ. വാല്യൂ ഈസ് വാട്ട് കസ്റ്റമർ ഈസ് വില്ലിംഗ് ടു പേ ഫോർ. എന്തിനാണ് ഒരു മൂല്യം എന്ന് പറയുന്നത്? നമ്മളൊരു സാധനം പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ആ സാധനത്തിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആ എമൗണ്ട് പേ ചെയ്താൽ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഏതൊരു കാര്യത്തിനും ഒരു വാല്യൂ നിർബന്ധമായിട്ടും നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഒരു കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഇൻ്റർവ്യൂ, സർവേ, ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻസ്, അതേപോലെ അനലിറ്റിക്സ്, വെബ് അനലിറ്റിക്സ്, അങ്ങനെയൊക്കെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ഒരു ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് അവർ ആ പ്രൊഡക്റ്റിനെ നോക്കിക്കാണുന്നത്, എപ്പോൾ ഡെലിവർ ചെയ്യണം, അതിൻ്റെ പ്രൈസ് എത്രയാണ് അഫോർഡബിൾ ആയിട്ടുള്ള എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ അവരുടെ വ്യൂ പോയിന്റിൽ വെച്ചുകൊണ്ട് അറിയുക. അതിനാണ് ഫസ്റ്റ്
പ്രിൻസിപ്പൽ ഡിഫൈൻ വാല്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അണ്ടർസ്റ്റാൻഡ് പ്രോസസ്സ്. പ്രോസസ് മാപ്പിംഗ് ഹെൽപ്സ് ടു ഗെറ്റ് പിക്ചർ ടു എൻറ്റയർ പ്രോസസ്. വി ക്യാൻ ബിഗിൻ മേക്കിംഗ് ഇംപ്രൂവ്മെൻറ്റ്സ്. നമുക്കൊരു മാറ്റം ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിലവിലുള്ള പ്രോസസ്സ് എന്താണെന്ന് ആദ്യം കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഹാവ് ട്രാൻസ്പെറൻസി ആൻഡ് സീ വേർ ദ പ്രോബ്ലംസ് ആർ. നമുക്ക് പെട്ടെന്നൊന്നും അത് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. എന്നാലും ഐഡൻറ്റിഫൈങ് ഈച്ച് സ്റ്റെപ്പ് ഇൻ ബിസിനസ് പ്രോസസ്സ്, ബിസിനസ്സിൻ്റെ ഓരോ പ്രോസസ്സിലും ആ ഒരു സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക, എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് ഡു നോട്ട് ക്രിയേറ്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാത്തത് ഏതാണെന്ന് വെച്ചാൽ അതിനെല്ലാം എലിമിനേറ്റ് ചെയ്യുക. ആക്ടിവിറ്റീസ് ദാറ്റ് ഡു നോട്ട് ആഡ് വാല്യൂ ടു ദ എൻഡ് കസ്റ്റമർ ആർ കൺസിഡേർഡ് വേസ്റ്റ്. എന്ത് ചെയ്താലും അതിൽ നിന്നൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെയാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിനെല്ലാം റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക, അൺനെസസറി ആയിട്ടുള്ള സ്റ്റെപ്സ് ഒഴിവാക്കുക. കസ്റ്റമേഴ്സിന് അവർക്ക് കറക്റ്റ് വാല്യൂ കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ടൈമും നമ്മുടെ കോസ്റ്റും നമ്മുടെ സർവീസും ഒക്കെ മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. മൂന്നാമത്തത് ക്രിയേറ്റീവ് ഫ്ലോ. ആഫ്റ്റർ റിമൂവിങ് ദ വേസ്റ്റ് ഫ്രം ദ വാല്യൂ സ്ട്രീം. ആദ്യം നമ്മളൊരു വാല്യൂ കൊടുത്തു, അതിൽ നിന്ന് എൻ്റെ പ്രോസസ്സ് മനസ്സിലാക്കി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്തു. ഇനി ഒരു ഫ്ലോ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. ദ ഫ്ലോ ഓഫ് ദ റിമൈനിങ് സ്റ്റെപ്സ് റൺ സ്മൂത്ത്ലി വിതൗട്ട് ഇൻട്രപ്ഷൻസ് ഓർ ഡിലേയ്സ്. മുന്നോട്ടുള്ള നമ്മുടെ ആ ഒരു പ്രോസസ്സിൽ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ, ഡിലേയ്സും ഇല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. പ്രോസസ് ഫ്ലോ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആവാം, ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ആവാം, ഫെസിലിറ്റി ടു ഫെസിലിറ്റി ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിൽ ആയിരിക്കാം. ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് മൂവിങ് പീപ്പിൾ ഓർ പ്രോഡക്റ്റ് ത്രൂ എ സർവീസ് പ്രോസസ് വൺ അറ്റ് എ ടൈം വിതൗട്ട് സ്റ്റോപ്പിംഗ് ഓർ വെയിറ്റിംഗ്. ഒരിക്കലും നിർത്താതെയോ അല്ലെങ്കിൽ നമുക്ക് കാത്തു നിൽക്കേണ്ട അവസ്ഥ വരാതെ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയാം. എൻഷുർ ദാറ്റ് ദ സ്റ്റെപ്സ് വിച്ച് ക്രിയേറ്റ് ടേക്ക് പ്ലേസ് ഇൻ പെർഫെക്റ്റ് സീക്വൻസ്. ദ പ്രൊഡക്ട്സ് റീച്ചസ് ദ കസ്റ്റമർ സ്മൂത്ത്ലി. നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫ്ലോ കണ്ടിന്യൂ ചെയ്തു പോവാം. എസ്റ്റാബ്ലിഷ് പുള്ള്. മെനി ഓഫ് ദ പ്രോസസ് ആർ പുഷ്ഡ് ഓർ ഗിവൺ ടു ദ നെക്സ്റ്റ് യൂസർ. പല പ്രോസസ്സും നമ്മൾ എന്താണ് ഒരാളെ നിർബന്ധിച്ചുകൊണ്ട് പുഷ് ചെയ്തുകൊണ്ടാണ് അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പം ഒരുപാട് വേസ്റ്റ് അവിടെ വരാൻ സാധ്യതയുണ്ട്. ഇൻവെൻട്രീനെയാണ് ഏറ്റവും നല്ല രീതിയിൽ വേസ്റ്റ് വരുന്ന, പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ വേസ്റ്റ് വരുന്ന സംഭവമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു പുൾ ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻവെൻട്രി ലിമിറ്റ് ചെയ്യാം. ആൻഡ് വർക്കിംഗ് പ്രോസസ് ഐറ്റം വിൽ എൻഷുർ ഓൾ റിക്വസിറ്റ് മെറ്റീരിയൽസ് ആൻഡ് ഇൻഫർമേഷൻസ് ആർ അവൈലബിൾ ഫോർ ദ സ്മൂത്ത് ഫ്ലോ ഓഫ് വർക്ക്. നമ്മുടെ വർക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇൻവെൻട്രി ഇവിടെ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുന്നതാണ് പറയുന്നത്. പുൾ ബേസ്ഡ് സിസ്റ്റം എന്ന് വെച്ചാൽ ജസ്റ്റ് ഇൻ ടൈം ഡെലിവറി ആൻഡ് മാനുഫാക്ചറിങ് വേർ പ്രൊഡക്ട്സ് ആർ ക്രിയേറ്റഡ് അറ്റ് ദ ടൈം ദാറ്റ് ദേ ആർ നീഡഡ് ആൻഡ് ജസ്റ്റ് ദ ക്വാണ്ടിറ്റീസ് നീഡഡ്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, നമ്മളൊരു പ്രൊഡക്ഷൻ നടക്കുന്ന യൂണിറ്റ് ആണെങ്കിൽ ആ ഒരു ടൈമിൽ എത്ര ഇൻവെൻട്രി വേണോ അത് ആ കൃത്യസമയത്ത് അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ നോക്കുന്നത്. പുൾ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ്. അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് പെർസ്യൂ എക്സലൻസ്. വേസ്റ്റ് ആർ എലിമിനേറ്റഡ് ത്രൂ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് 4 സ്റ്റെപ്സ് ഗിവൺ എബോ. നമ്മൾ 4 സ്റ്റെപ്പുകളിലൂടെയാണ് വന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കിയത് വാല്യൂ ക്രിയേറ്റ് ചെയ്തു, ആ ഒരു പ്രോസസ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു, ഫ്ലോ കറക്റ്റായി കൊണ്ടുപോയി, ആൻഡ് എസ്റ്റാബ്ലിഷ് പുൾ ചെയ്തു. ഇതെല്ലാം എന്താണ്, കൃത്യമായിട്ട് വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യാണ്. 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർസ്യൂയിങ് പെർഫെക്ഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് പെർസ്വേഷൻ അല്ലെങ്കിൽ പെർസ്യൂയിങ് ചെയ്യാം. It makes lean thinking and continuous process improvement a part of the organizational culture. Every employee should strive towards perfection while delivering products based on the customer needs. ഓരോ എംപ്ലോയീസും അവർ സ്ട്രൈവ് ചെയ്യുന്നത് എന്തിനാണ്, പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്, കസ്റ്റമറുടെ നീഡ്സ് അത്രയും നല്ല രീതിയിൽ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ കമ്പനി ഷുഡ് ബി ലേണിംഗ് ഓർഗനൈസേഷൻ ആൻഡ് ഓൾവേസ് ഫൈൻഡ് വേസ് ടു ഗെറ്റ് ലിറ്റിൽ ബെറ്റർ ഈച്ച് ആൻഡ് എവറി ഡേ. ഓരോ ദിവസവും ദിനം പ്രതി എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളും മാറ്റങ്ങളും കൊടുത്തുകൊണ്ട് മാക്സിമം കസ്റ്റമറുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നാണ് പറയുന്നത്. ദിസ് പ്രോസസ് റിവൈസ്ഡ് കണ്ടിന്യൂസ്ലി ടിൽ ദ പെർഫെക്ഷൻ സ്റ്റേറ്റ്. നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണ് നമ്മൾ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്തുന്നതും വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നതും ആ ഒരു സിറ്റുവേഷൻ വരെ ഇത് കണ്ടിന്യൂ ചെയ്യുക എന്നാണ് പറയുന്നത്. സോ എന്താണ് ലീൻ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണല്ലോ പറയുന്നത്. നെക്സ്റ്റ്, ആരൊക്കെയാണ് ഈ ലീൻ മാനേജ്മെൻറ്റ് തൽപര കക്ഷികൾ എന്ന് പറയുന്നത്? ഒന്ന് കസ്റ്റമേഴ്സ് തന്നെയാണ്. ഒരു ഫേം ഏറ്റവും സാറ്റിസ്ഫൈഡ് ആവുന്നത് അവരുടെ കസ്റ്റമേഴ്സ് വളരെ സന്തോഷവാന്മാരാകുമ്പോഴാണ്. അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമർ വളരെയധികം ഹാപ്പി ആകുമ്പോഴാണ് ആ ഒരു ഫേമിനും വളരെ സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. അപ്പോൾ അത് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്ന ഒരുപാട് ഇഷ്യൂസ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ മാറ്റിക്കൊണ്ട് തന്നെ അപ്പോൾ ഒന്നാമത്തെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ തന്നെയാണ്. രണ്ടാമത് എംപ്ലോയീസ് ആണ്. എംപ്ലോയീസ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റാണ് ഓർഗനൈസേഷനിൽ. കാരണം എംപ്ലോയീസ് ഹാപ്പി ആണെങ്കിൽ മാത്രമാണ് അവർ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് കാര്യക്ഷമതയായിട്ട് പ്രവർത്തിക്കുള്ളൂ എന്നതാണ് രണ്ടാമത്തെ ഘടകം.
മൂന്നാമത് ഓർഗനൈസേഷൻ തന്നെയാണ്. കാരണം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ബോർഡ് മെമ്പേഴ്സും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും ബിസിനസ് ഓണേഴ്സും എല്ലാവരും അടങ്ങുന്ന ആ ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റെയാണ്. കാരണം അവരാണ് പോളിസികൾ മേക്ക് ചെയ്യുന്നതും പ്രോഗ്രാമും പ്രൊസീജിയറും എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു വെൽ മാനേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടൊരു ഓർഗനൈസേഷൻ ആണ് ഇതിൻ്റെ മൂന്നാമത്തെ ഏറ്റവും നല്ലൊരു സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ 3 ആളുകളാണ് ഇതിൽ വരുന്നത്. ഒന്ന് കസ്റ്റമർ, ഒന്ന് എംപ്ലോയീസ്, ഒന്ന് ഓർഗനൈസേഷൻ. ഇനി ഒരു ലീൻ മാനേജ്മെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത് കോസ്റ്റ് റിഡക്ഷൻ ആണ്. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വാങ്ങുന്ന എല്ലാ സാധനത്തിനെയും മാക്സിമം നമ്മൾ റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്യുക, പരമാവധി വേസ്റ്റേജ് ഒഴിവാക്കുക. അപ്പോൾ അനാവശ്യ ചെലവുകൾ നമുക്കവിടെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ ഇംപ്രൂവ്ഡ് കസ്റ്റമർ ഇൻട്രാക്ഷൻസ്. ഈ ഒരു ലീൻ മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കസ്റ്റമറുടെ വ്യൂ പോയിന്റിൽ നിന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി തന്നെ അവർ സ്റ്റാഫുമായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ എക്സ്പീരിയൻസുകൾ, ആ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുവഴി നമുക്ക് കുറേ വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസിനൊക്കെ കട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. കസ്റ്റമർ ഇൻട്രാക്ഷൻ അവിടെ മസ്റ്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ യൂട്ടിലൈസേഷൻ ഓഫ് പുഷ് ആൻഡ് പുൾ. കമ്പനി എക്സ്പെൻസ് എപ്പോഴും എന്താണ് ഇൻഫ്ലേറ്റഡ് ആണ് ഇഫ് ലീഡേഴ്സ് ആർ നോട്ട് പേയിങ് അറ്റൻഷൻ ടു പ്രോപ്പർ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. നല്ല രീതിയിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അവിടെ കൂടുതലായിട്ടും എക്സ്പെൻസിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ലീൻ സ്ട്രാറ്റജി മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇങ്ങനെ പുൾ ഓർ പുഷ് മെൻറ്റാലിറ്റി എന്നുള്ളതിലാണ് പറയുന്നത്. അതായത് ലേറ്റർ പ്രൊഡക്ഷൻ സ്റ്റേജസ് ഡിറ്റർമിൻ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഏർലിയർ പ്രോസസ്സ്. ലേറ്റർ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് അത് തീരുമാനിക്കുന്നത് മുന്നേ എന്താണ് അവിടെ നടന്നത്. ദിസ് ക്യാൻ ഹെൽപ്പ് കമ്പനീസ് പ്രിവെൻറ്റ് ദ പ്രോബ്ലം ഓഫ് ഓവർ പ്രൊഡക്ഷൻ. അങ്ങനെ വരുമ്പോൾ കമ്പനിക്ക് ഓവർ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനോ പ്രിവെൻറ്റ് ചെയ്യാനോ പറ്റാം. ആൻഡ് പേയിങ് ഹയർ ക്യാരിയിങ് കോസ്റ്റ്. അതേപോലത്തെ നല്ലൊരു ക്യാരിയിങ് കോസ്റ്റ് അവിടെ പേ ചെയ്യേണ്ടി വരുന്നുണ്ട്. കമ്പനീസ് വിൽ ഓൺലി ഓർഡർ വാട്ട് ദേ നീഡ്. കമ്പനി എന്തേ ചെയ്യാവുള്ളൂ, എന്താണോ അവർക്ക് ആവശ്യം അത് മാത്രമാണ് ഓർഡർ ചെയ്യാവുള്ളൂ എന്നാണ് പറയുന്നത്. നാലാമത്തെ പോയിന്റ് ഇൻക്രീസ്ഡ് ക്വാളിറ്റി. ലീൻ മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ അബൌട്ട് പ്രൊഡ്യൂസിങ് ക്വാളിറ്റി പ്രൊഡക്ട്സ്. ലീൻ മാനേജ്മെൻറ്റ് മെയിനായിട്ട് നോക്കുന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ്. അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് തന്നെ ഡിഫക്റ്റുകളെ പരമാവധി കുറയ്ക്കുക, അതേപോലെ തന്നെ പ്രൊഡക്റ്റിൽ ഉണ്ടാക്കുന്ന റീവർക്കുകളെയൊക്കെ റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് മിസ്റ്റേക്കുകൾ ഒഴിവാക്കുന്നു, സമയം ലാഭിക്കുന്നു, വർക്കേഴ്സിന് റീമേക്ക് ചെയ്യേണ്ട അവസ്ഥ ഇല്ലാതെയാക്കുക. കോൺസിക്വൻ്റ്ലി അത് മോർ വേജസ് പേ ടു എംപ്ലോയീസ്. അപ്പം വേജസ് ഒക്കെ നല്ല രീതിയിൽ അവിടെ കൊടുക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. റീവർക്കും റീമേക്കൊക്കെ വരുമ്പം ധാരാളം വീണ്ടും വേജിൻ്റെ രൂപത്തിൽ നമുക്ക് ചിലവുകൾ അവിടെ ഉണ്ടാവുന്നു. അടുത്തത് കൾച്ചറൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കമ്പനി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക വെച്ചാൽ പല സ്ട്രാറ്റജീസ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. വർക്കേഴ്സൊക്കെ കൂടുതൽ ഓപ്പൺ ടു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കണം. കണ്ടിന്യൂസ്ലി ട്രൈങ് ടു മേക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ദെയർ വർക്ക്. അവരുടെ വർക്കും മാറ്റങ്ങൾ വരുത്താൻ അവർ റെഡി ആയിരിക്കണം. അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ കൾച്ചർ ആൻഡ് വാല്യൂസ് ഡെയിലി ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ആറാമത്തെ പോയിന്റ് ഇൻക്രീസ്ഡ് എംപ്ലോയി മൊറൈൽ. ഇൻക്രീസ് എംപ്ലോയി മൊറൈൽ എന്ന് പറയുമ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എംപ്ലോയീസ് എന്ന് പറയുന്നത് വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകം തന്നെയാണ് ഇതിൻ്റെ സക്സസ്സിൽ. ആ ഒരു പ്രോസസ്സിലും എംപ്ലോയീസിന് ഫീൽ ചെയ്യണം അവർ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡെസിഷൻസ് ആണ് ഇത് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ അവരോട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ വർക്കേഴ്സ് എപ്പോഴും എവിടെയാണ് തങ്ങളുടെ സ്ഥാനം, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്വാളിറ്റി വർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ഏതൊരു പ്രാക്ടീസിനും നല്ലൊരു ഗുണങ്ങളും ദോഷങ്ങളും ഉള്ള പോലെ തന്നെ ഇവിടെയും അത് പറയുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും പ്രോബ്ലം ഓഫ് ഇൻവെൻട്രി ആണ്. ലീൻ മാനേജ്മെൻറ്റിൽ നേരത്തെ പറഞ്ഞു ലോ എമൗണ്ട് ഓഫ് സ്റ്റോക്ക് മാത്രമേ കീപ്പ് ചെയ്യാവുള്ളൂ. കാരണം ആവശ്യം എന്തോ അത് മാത്രം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് ക്യാരിങ് കോസ്റ്റ് ഒക്കെ അവിടെ കുറയും. പക്ഷേ കമ്പനീസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ നല്ല ഗുഡ്സിനെ കിട്ടുക എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ തന്നെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ പോരായ്മ. രണ്ടാമത്തത് ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ഓവർ. പിന്നെ പെട്ടെന്ന് എപ്പോഴും പുതിയ മാറ്റങ്ങളെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. പുതിയ മാറ്റങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് ക്ഷമ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എംപ്ലോയീസിനൊക്കെ ചിലപ്പോൾ ഒരു ഡിസ്കംഫർട്ട് അവിടെ ഫീൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചൊന്ന് റെഡി ആകുമ്പോഴായിരിക്കും അടുത്തത് വരിക. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ്ലി വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഹൈ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ്. ഈ ഒരു ലീൻ മാനേജ്മെൻറ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഫസ്റ്റ് ടൈമെങ്കിൽ നമുക്ക് എല്ലാ സിസ്റ്റവും പ്രൊഡക്ഷനും പ്രോസസ്സൊക്കെ ഒരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതിനൊക്കെ വരുമ്പോൾ എന്താണ് അവിടെ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ്, അവിടെ പുതിയ എക്യുപ്മെൻറ്റ് വേണ്ടി വരും, പുതിയ ട്രെയിനിങ് പ്രോഗ്രാം വേണ്ടി, അങ്ങനെ പുതുമ കൊണ്ടുവരുമ്പം അതിലേക്ക് മാറ്റപ്പെടാൻ വേണ്ടി പല കാര്യങ്ങളും നമുക്ക്
എന്ത് ചെയ്യേണ്ടി കൺവേർട്ട് ചെയ്യപ്പെടേണ്ടി വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു എക്സ്പെൻസ് ഒരുപാട് വരും. അപ്പോൾ കോസ്റ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു ഡിഫിക്കൽട്ടി ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ടെംപ്റ്റേഷൻ ടു ഓവർ സ്ട്രക്ചർ ലീൻ മാനേജ്മെന്റിൽ നോട്ട് എസെൻഷ്യൽ ടു റീഡിസൈൻ ദ എൻറ്റയർ പ്രോസസ്സ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ പ്രോസസ്സിന് നമ്മൾ റീഡിസൈൻ ഒന്നും ചെയ്യേണ്ട. ചലഞ്ച് ഫോർ ലീഡേഴ്സ് ഈസ് ടു ഡിറ്റർമിൻ. ഇവിടെ ലീഡേഴ്സിന് കൊടുക്കുന്ന ഒരു ചലഞ്ച് എന്ത് മാത്രമേ ഉള്ളൂ, വാട്ട് നീഡ്സ് ടു ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ലീൻ മാനേജ്മെന്റ് ആൻഡ് വാട്ട് ഡസ് നോട്ട്. നമ്മൾ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക, പെട്ടെന്ന് ഇതിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എൻറ്റയർ പ്രോസസ്സിനെ റീഡിസൈൻ ചെയ്യേണ്ട, പകരം അവിടെ തീരുമാനം എടുക്കുന്ന ആ ഒരു ഗ്രൂപ്പിന് അറിയാൻ പറ്റണം എന്താണ് ഇതിലത്തെ കാര്യങ്ങൾ നമ്മളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് വേണ്ട എന്നുള്ള കാര്യമാണ് അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റേണ്ടത്. There are chances that leaders may push the process beyond what they may be able to afford. അവനവനെ കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം അത് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മോഡേൺ പ്രാക്ടീസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ TQM പഠിച്ചു കഴിഞ്ഞു, അതേപോലെ കേസ് ആൻഡ് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. അടുത്ത ഒരു പ്രോസസ്സായിരുന്നു ലീൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലീൻ മാനേജ്മെൻറ്റ് പഠിച്ചോളുക. അതേപോലെ തന്നെ ലീൻ മാനേജ്മെൻറ്റിൻ്റെ ആ 5 പ്രിൻസിപ്പിൾസ് മസ്റ്റായിട്ട് നോട്ട് ചെയ്യുക. പിന്നെ ഇതിൽ നോക്കേണ്ടത്, നമുക്കറിയാം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇവിടെ ആകെ എത്ര പേര് തന്നെ ഉള്ളൂ, ഓർഗനൈസേഷനും എംപ്ലോയീസും കസ്റ്റമേഴ്സുമാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ ബെനിഫിറ്റും അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജും നിർബന്ധമായിട്ടും നോക്കുക. ഇത് അഡോപ്റ്റ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നിർബന്ധമായിട്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു മോഡേൺ പ്രാക്ടീസ് ഞാൻ പറഞ്ഞ ഏത് പോയിന്റ് വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഓരോ ടോപ്പിക് വൈസ് തന്നെ പഠിച്ചു വയ്ക്കുക. TQM നമ്മളൊരു സെക്ഷൻ കഴിഞ്ഞു, കേസ് ആൻഡ് മെത്തേഡ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നമ്മൾ ലീൻ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ നോക്കുക. അപ്പോൾ എല്ലാവർക്കും അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.